ഹായ് ഡിയേഴ്സ്, നമസ്കാരം. ഞാൻ റിസ്ന. എല്ലാവർക്കും റിസ്നാസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ചൂട് കട്ടൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മിച്ചറിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു മിച്ചർ എന്ന് പറയുന്നത് ബേക്കറിൽ കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മിച്ചറാണ്. അപ്പോൾ ഈ മിച്ചറിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ ഒരു മിച്ചർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഓയിൽ ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 കപ്പ് അവിലാണ്, വെളുത്ത അവിലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഡയറക്റ്റായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. 1.5 കപ്പ് എന്ന് പറയുമ്പം 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട, ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ബാക്കിയുള്ള അരക്കപ്പും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് 1/2 കപ്പ് അളവിൽ കടലയാണ്. ഇത് നമ്മളുടെ കപ്പലണ്ടിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ തോലോട് കൂടി തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അതും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു കളറായി വരുമ്പം നമുക്കത് ഇതുപോലെ എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലായിരിക്കണം കേട്ടോ ഇതിൻ്റെ കളർ ഉണ്ടായിരിക്കേണ്ടത്. ഒരുപാട് കരിഞ്ഞു പോകണ്ട. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് അളവിൽ അണ്ടിപ്പരിപ്പാണ്. അപ്പം ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവകൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്താം. ഈ ഒരു ചേരുവകൾ മാത്രം തന്നെ ചേർത്താൽ മതി കേട്ടോ. ഇതിൽ എക്സ്ട്രാ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേരുവകളൊന്നും ചേർക്കാം. ഇത് ഇങ്ങനെ തന്നെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ ഒരു മിക്സറിന് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുന്തിരിയാണ് കേട്ടോ. അപ്പം ഉണക്കമുന്തിരിയാണ്. അപ്പം ഞാനിവിടെ 2 ടൈപ്പ് മുന്തിരിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഒരു ടൈപ്പ്, അതാ നമ്മുടെ സാധാരണ കിസ്മിസ് ഉണ്ടല്ലോ, അത് മാത്രമായാലും കുഴപ്പമില്ല. മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മധുരം വരുമ്പോൾ ആ ഫ്ലേവേഴ്സൊക്കെ ബാലൻസ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വെളുത്തുള്ളി കുറച്ച് അധികം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ മിക്സറിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മുരിച്ചെടുത്തിട്ടുണ്ട്. അതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ നമ്മുടെ ചാട്ട് മസാലയാണ്, അത് ഓപ്ഷണലാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ട്, ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട, ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാലപ്പൊടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ എല്ലാ ചേരുവകളോടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്കൊരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ച് കൊടുത്തിട്ടുണ്ട്. എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ചേരുവകളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിനി സാധാരണ മിക്സ്ചറൊക്കെ നമ്മൾ ചെയ്യുമല്ലോ, എല്ലാ ചേരുവകളോടും ഒന്നിച്ച് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്, ആ ഒരു പരിപാടിയാണ് നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്ന വേറൊരു ചേരുവ എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടുകടലയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡയറക്റ്റായിട്ട് അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. പൊട്ടുകടല ഞാൻ ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ പൊട്ടുകടല ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര കട്ടിയായി പോട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അത്ര നന്നായിട്ടുണ്ടാവില്ല. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്പൈസ് മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മിക്സ്ചർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഇത് തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു മഴയത്ത് നമുക്ക് കട്ടൻ്റെ കൂടെ നമുക്ക് കുറിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം. പക്ഷേ ലാർജ് ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലാകുമ്പം ചിലപ്പോൾ കാറി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള പലഹാരങ്ങളും ഇങ്ങനത്തെ ഞുറുക്കായിക്കോട്ടെ, മറ്റു മുറുക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള വെജിറ്റബിൾ ഓയിലുകളിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നല്ല മുരുമുരിപ്പോടെ സൂക്ഷിക്കാം. പിന്നെ നമ്മളിതിനകത്ത് വെളുത്ത അവിലിന് പകരം നമ്മൾ സാധാരണ അവിലുണ്ടല്ലോ, നമ്മുടെ മട്ട അവിൽ, അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്ന് വെച്ചാൽ ആ കളർ, ഒരു പെർഫെക്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്ത അവിൽ എടുത്തിരിക്കുന്നത്.
അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.